ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകൾ നമ്മുടെ ചാനലിൽ ഒരു പുതിയൊരു ഗ്രാമമാണ് ഞാൻ പരിചയപ്പെടുന്നത്. പൊക്കുനി. പൊക്കുനി ആരെ പൊക്കണം? അതല്ല, പൊക്കുനി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോടിനടുത്ത് വടവന്നൂരിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഒപ്പം തന്നെ പ്രശസ്തമായിട്ടുള്ള മോഹൻലാൽ സിനിമയായിട്ടുള്ള സ്നേഹവീടിൻ്റെ കുറേ സെറ്റ് ഈ പരിസരത്തേക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ അതിപ്രശസ്തമായിട്ടൊരു അമ്പലമുണ്ട്, പൊക്കുനി ശിവക്ഷേത്രം. ആ ശിവക്ഷേത്രം ഞാൻ ഈ അമ്പലത്തിൽ എൻ്റെ വിഷ്വലായിട്ട് ഞാൻ ഈ സീരീസിൽ കാണിച്ചു തരാം കുറച്ചൊക്കെ. പക്ഷേ വിഷ്വലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം കർക്കിടക മാസമാണ്. അവിടെ അന്നദാനമൊക്കെ നടക്കുന്നതാണ്. ആൾക്കാരുടെ പ്രൈവസി നമ്മൾ ഫുൾ എടുക്കാൻ പറ്റില്ല. എന്നാലും കുറച്ച് ഞാൻ എങ്ങനെ കാണിച്ചു തരാം. പിന്നെ പൊക്കുനി ഗ്രാമത്തിൽ ഏതാനും ചെറിയ വിശേഷങ്ങൾ ഞാൻ പകർത്തിയെടുത്ത് കാണിച്ചു തരാൻ ശ്രമിക്കാം. സോ സ്റ്റേ ട്യൂൺ. അങ്ങനെ അതിമനോഹരമായ പൊക്കുനി ഗ്രാമത്തിലൂടെ ഞാനും കുടുംബവും മനോഹരമായ ഈ കാഴ്ചകളെല്ലാം തേടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ ഒരു ഭാഗം തന്നെ ഈ പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ ഒരുപക്ഷെ കണ്ടെത്തുക എന്നുള്ളത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് പാലക്കാടൻ കിഴക്കൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്ന് ട്രെൻഡിങ് ആണല്ലോ ഈ പാലക്കാടിൻ്റെ കിഴക്കൻ മേഖല, കൊല്ലങ്കോട് ഇത്യാദി സ്ഥലങ്ങൾ എന്ന് പറയുന്ന പോലുള്ള കാര്യങ്ങളുടെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രകൃതി മനോഹാരിത ഒപ്പിയെടുക്കുന്നത് ഇന്ന് ഒരു ട്രെൻഡിങ്ങായി മാറിയിരിക്കുകയാണ്. സിനിമയാണെങ്കിലും വ്ളോഗിംഗ് ആണെങ്കിലും ഫോട്ടോഗ്രാഫി ആണെങ്കിലും എല്ലാം. അപ്പോൾ അത്തരം ഒരു മനോഹാരിത തുളുമ്പുന്ന ഒരു ഗ്രാമത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പൊക്കുനി എന്നുള്ള മനോഹരമായ ഗ്രാമം. ഇവിടെ ശരിക്കും ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ പോർഷൻ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ വീടാണ്. അതിൻ്റെ ചുറ്റുമാണ്. ചുമ്മാ ഒന്ന് നമുക്ക് കണ്ണോടിച്ച് നടന്നാൽ പോലും കാണാൻ പറ്റുന്ന, പകർത്തിയെടുക്കാൻ പറ്റുന്ന, ക്യാമറയിലോ മനസ്സിലോ കണ്ണിലോ എവിടെ വേണമെങ്കിലും പകർത്തി രജിസ്റ്റർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഇത്രയും മനോഹരമായ പ്രകൃതി സൗന്ദര്യമുള്ളൊരു സ്ഥലം നമ്മുടെ ചുറ്റും ഉണ്ട്, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നഗ്നമായ സത്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ പ്രശസ്തമായിട്ടുള്ള പൊക്കുനി ശിവക്ഷേത്രം എന്നുള്ള ക്ഷേത്രം ഞങ്ങൾ കാണാനിടയായത്. ഞങ്ങൾ യാദൃശ്ചികമായിട്ടാണ് ഈ ഗ്രാമത്തിൽ വന്നതെങ്കിൽ പോലും ഞങ്ങളെ വളരെ പരമാർത്ഥത്തിൽ, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ പൊക്കുനി ശിവക്ഷേത്രം എന്നുള്ള ഒരു പ്രതിഭാസം ഞങ്ങളെ അങ്ങോട്ട് ആകർഷിച്ച് കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾ മന്ദം നടന്ന് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും ഒപ്പിയെടുത്തുകൊണ്ട് അങ്ങനെ ഈ പൊക്കുനി ശിവക്ഷേത്രത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലൊക്കേഷൻ വിഖ്യാതമായിട്ടുള്ള സ്നേഹവീട് എന്നുള്ള സിനിമയുടെ ഒരു പ്രമുഖമായ ലൊക്കേഷനാണ്. ഈ സൈഡിൽ കാണുന്നതാണ് പൊക്കുനി ശിവക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ശിവക്ഷേത്രവും ആ സിനിമയിൽ ശരിക്കും കാണിക്കുന്നുണ്ട്. ഈ കാണിക്കുന്ന കോൺക്രീറ്റ് വഴിയില്ല, ഈ കോൺക്രീറ്റ് വഴിയിലാണ് മോഹൻലാലും ഷീലയും ഒക്കെ ആയിട്ട് ഒരു സീൻ ഉണ്ടെന്ന് പറയുന്നത്. അവർ സംസാരിച്ച് കൊണ്ടുവരുന്നൊരു തേങ്ങ പിടിച്ച് വരുന്ന രംഗമോ തേങ്ങ പിടിച്ച് വരുന്ന രംഗം എന്തുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ സിനിമ കാണുക. ആ വിഖ്യാതമായിട്ടുള്ള ഒരു കോൺക്രീറ്റ് റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ശിവക്ഷേത്രം. അത് വെള്ളത്തിൽ ഫുൾ മുങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തെ വിശ്വസിച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നല്ല ഗംഭീരമായിട്ടുള്ള ആംബിയൻസ് ആണ്, സൂപ്പറാണ്. അപ്പോൾ അവിടെ കുറച്ച് പട്ടികൾ കിടക്കുന്നുണ്ട് ആ സൈഡിൽ. അപ്പോൾ അവന്മാർ നമ്മൾ കണ്ടപ്പോൾ ഒരു വിശപ്പ്. ഞാൻ ഈ വടിയെടുത്ത് അവന്മാരെ ഇങ്ങനെ ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ മാറിയപ്പോൾ അവന്മാർ സൈലൻ്റ് പോയി. അങ്ങനെ എത്ര കണ്ടാലും മതിയാവാത്ത ആ ഗ്രാമഭംഗിയിലൂടെ അത് ഉള്ളിലേക്ക്, ആ ഗ്രാമഭംഗിയുടെ സൗന്ദര്യം മുഴുവൻ ഉള്ളിലേക്ക് ആവാഹിച്ച് ഞങ്ങളിങ്ങനെ ആ അമ്പലത്തിൻ്റെ സമീപത്തെത്തി. അവിടെ കർക്കിടക മാസമായ ഒരു സീസൺ ആയതുകൊണ്ട് ഇവിടെ അന്നദാനമെല്ലാം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ആൾക്കാരുടെ പ്രൈവസിയിലോട്ടൊന്നും പോയി ചിത്രീകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ചിലവഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിദൂരമായി, നമുക്ക് ഈ ഡ്രോൺ ഇല്ലാത്തത് കാരണം വിഹഗവീക്ഷണം ഒന്നും കാണിച്ചു തരാൻ സാധിക്കുന്നില്ല. വിദൂരമായി നിന്നുകൊണ്ട് ഈ അമ്പലത്തിനെ ഞങ്ങൾ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനോഹാരിത എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാലക്കാടൻ ഗ്രാമാന്തരങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എത്ര നടന്നാലും നമുക്ക് മതിയാവാത്ത അത്രയും, എത്ര ആസ്വദിച്ചാലും നമുക്ക് മതിവരാത്ത അത്രയും കാഴ്ചകളുടെ ചേതോഹരമായ ഒരു വിരുന്ന് തന്നെയാണ്
ഒരുക്കുകയായി. പാലക്കാടൻ ഗ്രാമങ്ങളിൽ ആൽത്തറയാണെങ്കിലും അമ്പലമാണെങ്കിലും അമ്പലക്കുളമാണെങ്കിലും ഇവിടുത്തെ ആകർഷണം എന്ന് പറയുന്നത് ഈ ആൽമരവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. ഈ ആൽമരം ശരിക്കും അമ്പലത്തിന് മുൻവശത്തായിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ അമ്പലം ഒരു കുളത്തിലാണ് നിൽക്കുന്നത്. ഈ ആൽമരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അത് അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ശരിക്കും പ്രശാന്ത സുന്ദരമായ ഒരു പാടശേഖരം തന്നെയാണ്. പച്ചപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര പച്ചപ്പാണ്. ഇവിടെ പാലിക്കേണ്ട ആചാരങ്ങൾ എല്ലാം നമ്മളിവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ദയവേത് ഇത്തരം നിയമങ്ങളെല്ലാം നിഷ്കർഷയോടെ പാലിച്ച് വേണം വരാൻ. എന്താണെങ്കിലും ഒരു കുളം, ആ കുളത്തിന് നടുക്ക് നിൽക്കുന്ന ഒരു അമ്പലം, ആ അമ്പലം എന്ന് പറയുന്നത് മഹാവിസ്മയമാണ്. ഒരുപാട് സിനിമകൾക്കും ഒരുപാട് മനോഹരമായ സംഭവങ്ങൾക്കും എല്ലാം സാക്ഷ്യപത്രമായി ഇന്നും ആ അമ്പലം അവിടെ നിലകൊള്ളുക, ഈ കുളത്തിന് നടുക്ക് നിലകൊള്ളുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയാണോ ഇത്രയും മനോഹരമായ കാര്യങ്ങളുള്ളത്, എന്നിട്ട് എന്തേ പുറം ലോകം ഒന്നും അറിയാതിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവും നമുക്ക്. പാലക്കാട് തന്നെ ജീവിക്കുന്ന എന്നെപ്പോലെയുള്ളൊരു വ്യക്തിക്ക് പോലും ഈ അടുത്ത കാലത്താണ് ഞാൻ ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് അറിയുന്നതും ഈ ഗ്രാമത്തിനെക്കുറിച്ച് അറിയുന്നതും ഈ ഗ്രാമം കാണാൻ വേണ്ടി പോകുന്നതും. അപ്പോൾ ഇവിടെ സത്യം പറയുകയാണെങ്കിൽ എത്ര സമയം ചിലവഴിച്ചാലും നമുക്ക് മതിയാവില്ല എന്നുള്ളതാണ്. ഈ ക്ഷേത്രം പരിപാലിക്കുന്ന ആൾക്കാരുടെ ഒരു കാര്യക്ഷമതയും അവരുടെ ഒരു മനോധൈര്യവും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസും എല്ലാം സ്വാഭാവികമായിട്ടും എനിക്ക് എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരഭിപ്രായം. ഞാൻ അവർക്ക് പ്രത്യേകമായ ഹൃദയംഗമമായ ഒരു നന്ദി ഞാനിവിടെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മകുടോദാഹരണമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അമ്പലത്തിന് ചുറ്റും ഈ കുളത്തിന് പുറത്തായി ഒരു പ്രമണേഡ് പോലെ കെട്ടി അവിടെ മുഴുവൻ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് എല്ലാം വെച്ചുകൊണ്ട് ഇവിടെ കാണുന്ന കാഴ്ചകൾ ഡസ്റ്റ്ബിൻ പ്രത്യേകം വെച്ചിരിക്കുന്നു, നോട്ടീസ് ബോർഡുകൾ വെച്ചിരിക്കുന്നു, ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കുളക്കടവ് കാണാം. പക്ഷേ കുളക്കടവ് പ്രൈവസി ഫാക്ടറാണ്. പക്ഷേ അവിടെ ജനങ്ങൾ കുളിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കറിയില്ല. പക്ഷേ അപ്പുറത്തൊരു കുളത്തിൻ്റെ മറ്റൊരു സൈഡിൽ കുട്ടികൾ നീന്തൽ പഠിക്കുന്ന ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിരുന്നു. ഞങ്ങളവിടെ കുറച്ച് സമയം പോയി ചോദിച്ചു. അപ്പോൾ അവർ നീന്തൽ പഠിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അവരൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ എത്ര ഷോട്ടുകൾ, എത്ര ഫ്രെയിമുകൾ ഇങ്ങനെ പാൻ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വീഡിയോഗ്രാഫറുടെ സംതൃപ്തിയാണ് ഞാനിപ്പോൾ ശരിക്കും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൂരെ കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് പുറത്ത് ഒരു നടവഴിയിൽ നിന്നുകൊണ്ടാണ് ഈ ഷോട്ട്സ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞു തിരിച്ച് ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്ത് വന്നു. അങ്ങനെ നമ്മളിപ്പോൾ കയറി വഴി ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. അങ്ങനെ പോകുമ്പോഴാണ് ഒരു മുരുകൻ ക്ഷേത്രം കാണാൻ പറ്റുന്നത്. ഒരു മുരുകൻ മാത്രമല്ല, ഒരു മുത്തപ്പൻ, അങ്ങനെ ഒരു ക്ഷേത്രം. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി അവിടുത്തെ ചില കാഴ്ചകൾ കൂടെ ഒന്ന് ഒപ്പിയെടുക്കാം എന്ന് വിചാരിച്ചു. അതൊരു ഗംഭീരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനൊരു അമ്പലം കൂടെ ഇവിടെ ഈ പരിസരത്തുണ്ട്, പൊക്കുനി എന്നുള്ള ഗ്രാമത്തിലുണ്ടെന്നുള്ള കാര്യം എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുവാൻ വേണ്ടി ആണ് ഞാൻ ചുമ്മാ ഈ വഴി തിരിച്ചു പോകുമ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് വിഷ്വൽസ് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.